അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞത് ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. ഒരുപാട് വർഷത്തെ ആത്മബന്ധം പ്രഭാവർമ്മയുമായിട്ട് എനിക്കുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കവിയും ചലച്ചിത്ര ഗാനരചയിതാവും പത്രപ്രവർത്തകനും ദൃശ്യമാധ്യമ പ്രവർത്തകനും പ്രഭാഷകനും നിരൂപകനും സംഘാടകനുമാണ് പ്രഭാവർ. കവിതാ സമാഹാരങ്ങളിലൂടെയും കാവ്യാഖ്യായികളിലൂടെയും മറ്റ് പ്രബന്ധരചനകളിലൂടെയും ഒക്കെ അദ്ദേഹം ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ നമ്മുടെ നെഞ്ചിൽ കയറിയിരുന്നിട്ടുള്ള ആളാണ്. ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിൽ രണ്ടു വിധത്തിൽ പത്രപ്രവർത്തനത്തിലും ദൃശ്യമാധ്യമ പ്രവർത്തനത്തിലും ഒരു ചാനലിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് അതെങ്ങനെ നയിക്കാമെന്ന് നമ്മൾക്കൊക്കെ കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. മാത്രമല്ല പത്രപ്രവർത്തനത്തിൽ അവാർഡ് കൂടെ നേടിയിട്ടുള്ള ആളാണ്. സാഹിത്യരംഗത്ത് അദ്ദേഹത്തെ തേടിയെത്താത്ത അവാർഡുകളൊന്നും തന്നെ ഇല്ല. നമുക്കറിയാം, കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, സരസ്വതി സമ്മാൻ, വയലാർ അവാർഡ്, അങ്ങനെ എല്ലാ അവാർഡുകളും പ്രധാനപ്പെട്ട കേരളത്തിലെ സാഹിത്യ അവാർഡുകളെല്ലാം അദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവികളായിട്ടുള്ള കവിത്രയങ്ങളുടെ 3 പേരുടെ പേരിലുള്ള അവാർഡ് അദ്ദേഹം നേടിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ചങ്ങമ്പുഴയുടെ പേരിലും വൈലോപ്പിള്ളിയുടെ പേരിലുമുള്ള അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് നാടക ഗാനരചനയിലും ചലച്ചിത്ര ഗാനരചനയിലും അദ്ദേഹം ഇടപെട്ടപ്പോഴൊക്കെ അദ്ദേഹത്തെ 3 തവണ കേരള ചലച്ചിത്ര ഗാനരചന അവാർഡും 2 തവണ കേരള നാടക ഗാനരചന അവാർഡും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഇത്രമാത്രം മേഖലകളിൽ സഞ്ചരിക്കുകയും അവിടെയൊക്കെ ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്ത, ഇതിനൊക്കെ അപ്പുറത്താണ് ഒരു സംഘാടകൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വരലയ എന്ന സാംസ്കാരിക സ്ഥാപനം ഡൽഹിയിലുണ്ടായപ്പോൾ തുടങ്ങിയതാണ്. അതുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഇപ്പോഴും അദ്ദേഹം അത് തിരുവനന്തപുരത്ത് അതിൻ്റെ വൈസ് പ്രസിഡന്റായിട്ട് തുടരുകയാണ്. മറ്റൊന്നുള്ളത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമെന്നുള്ള നിലയിൽ കേരളത്തിലേക്ക് കൂടുതൽ പരിപാടികൾ കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് മറക്കാവുന്നതല്ല. അപ്പോൾ എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഇന്ന് പ്രതിനിധിയായി കിട്ടിയത് നമ്മുടെ എല്ലാം ഒരു ഭാഗ്യമാണെന്നും ഈ പരിപാടിയെ ധന്യമാക്കുന്ന ഒരു അവസരമാണെന്നുമാണ് എനിക്ക് ആമുഖമായിട്ട് പറയാൻ. ഇത് 2 വിധത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുള്ളത്. പ്രഭാവർമ്മ അത് ആദ്യം ഒരു ആമുഖമായിട്ട് നിങ്ങളോട് തൻ്റെ രചനകളെ കുറിച്ച് സംസാരിക്കും. അതിനുശേഷം ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളും ചോദിക്കും. അതിനുള്ള മറുപടിയോടുകൂടെ നമുക്ക് അങ്ങനെ ഈ പരിപാടി ആവിഷ്കരിക്കാമെന്നാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. ആമുഖ പ്രസംഗനായി അഹല്യ ലിറ്റററി ഫോറത്തിലെ ഈ വേദിയിലേക്ക് വരാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ആമുഖനായി തന്നെ അറിയിക്കട്ടെ. അതിനൊപ്പം തന്നെ സന്തോഷകരമാണ് എനിക്ക് അതിദീർഘകാലത്തെ ബന്ധമുള്ള ശ്രീ TR അജയനുമായാണ് സാഹിത്യ സാംസ്കാരിക ആദി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്നുള്ളത്. വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, അതിനുമപ്പുറത്ത് ഗുരുസ്ഥാനീയനായ ഒരു വ്യക്തിത്വം, പാലക്കാടിൻ്റെ സാംസ്കാരിക വ്യക്തിത്വം എന്ന് വിശേഷിപ്പിക്കാം. അങ്ങനെയുള്ള ഒരാൾ ഇടതുവശത്ത് ഇരിക്കുമ്പോൾ സംസാരം സ്വാഭാവികമായിട്ടും ഔപചാരികതയുടെ അരക്കി തേച്ച വടിവത്ത വാക്കുകളിലൂടെയൊന്നും ആവുകയില്ല. അതിനപ്പുറത്ത് മനസ്സിനോട് സംസാരിക്കുന്ന രീതിയിലുള്ള ഒന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പ്രിയപ്പെട്ടത് അതാണ് താൻ. ഏതായാലും ഇങ്ങനെ ഒരു വേദി ഒരുക്കിയ അഹല്യ ലിറ്റററി ഫോറം, അഹല്യ കേവലം ആരോഗ്യ പരിപാലന രംഗത്തോ വിദ്യാഭ്യാസ രംഗത്തോ മാത്രമായി പരിമിതപ്പെട്ട് നിൽക്കാതെ
കേരളത്തിൻ്റെ മഹത്തായ ഒരു സാംസ്കാരിക പ്രസ്ഥാനമായി വളർന്നു നിൽക്കുന്നു എന്ന് കാണുന്നതിനുള്ള സന്തോഷം കൂടി അറിയിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അഹല്യയുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ പേരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് അവരുടെ ഈ സാംസ്കാരികമായ ഉത്കർഷം മുൻനിർത്തി. വേണമെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു ബ്ലേഡ് കമ്പനി പോലെ നടത്തിക്കൊണ്ട് പോകാം. അതിനപ്പുറത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഒരു കരുതൽ, അവരുടെ സാംസ്കാരികമായ ഉത്കർഷത്തിലുള്ള നിഷ്കർഷ എന്നിവയൊക്കെ ഈ സ്ഥാപനത്തെ നയിക്കുന്നു എന്നതിൽ പ്രതിഫലിച്ചു കാണുന്നത് തീർച്ചയായും ഈ സ്ഥാപനത്തെ നയിക്കുന്നവരുടെ സാംസ്കാരികമായ പരിഭാഗം കൂടിയാണ്. അതിനെ വന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് കിടക്കാം. എൻ്റെ ഒരു ധാരണ, ചില ചോദ്യങ്ങൾ ചോദിക്കും, ആ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയണം. ആ വിധത്തിലുള്ള ഒരു സെഷനാണിത് എന്നാണ്. ഒരുതരം അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ ഉത്തരം പറയാനുള്ള ഒരു ചുമതല, അതാണ് എന്നിൽ നിക്ഷിപ്തമാവുക എന്നാണ് ഞാൻ കരുതിയത്. ആമുഖമായി എന്തെങ്കിലും പറയേണ്ടി വരും എന്നൊന്നും ഞാൻ കരുതിയില്ല. എങ്കിലും കവിതയെക്കുറിച്ചാവുമ്പോൾ, സാഹിത്യത്തെക്കുറിച്ചാവുമ്പോൾ ആമുഖമായി എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു വൈഷമ്യവുമില്ല. എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഏതാണ്ട് എന്താ പറയുക, ടോട്ടലി ഇൻ ദ ഡാർക്ക് ആസ് ടു വാട്ട് ഐ ഷുഡ് സ്പീക്ക് ഓൺ. ഏതായാലും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, കവിതയെക്കുറിച്ച് എൻ്റെ ചില തോന്നലുകൾ പങ്കുവയ്ക്കാം എന്നുള്ളതാണ്. കവിത ഏത് വിധത്തിലുള്ളതാവണം എന്ന ചോദ്യത്തിന് വ്യത്യസ്ത കാലയളവുകളിൽ വ്യത്യസ്ത പ്രതികരണങ്ങൾ വളരെ മഹത്തായ ആളുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കവിതാ നിർവചനം എന്ന് പറയാവുന്നത് മഹാകവി കുമാരനാശാൻ്റേതാണ്. അദ്ദേഹമാണ് കലയ്ക്ക് ഒരു വലിയ ധർമ്മം അനുഷ്ഠിക്കാനുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്നത്. ഏകാന്തം വിഷമമൃതാക്കിയും വെറും പാഴാകാശങ്ങളിൽ അടർവാടിയ രചിച്ചും ലോകാനുഗ്രഹപരയായും കലി നിൻ ശ്രീകാൽത്താരിണി അടിയങ്ങൾ മുമ്പിടുന്നു എന്നതാണത്. ഏകാന്തമാകുന്ന വിഷത്തിനെ അമൃതാക്കി മാറ്റുക, പാഴായി പോകുന്ന വധ്യമായി പോകുന്ന ആകാശങ്ങളിൽ അറവാടികൾ സൃഷ്ടിക്കുക, അങ്ങനെ ലോകാനുഗ്രഹപരയായിരിക്കുക എന്നുള്ളതാണ് കലയുടെ ധർമ്മം എന്നാണ് പറഞ്ഞത്. എന്നാൽ കലയെ സംബന്ധിച്ചിടത്തോളം, കലയുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം, കവിതയുടെ ചരിത്രത്തെ ആകെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ കല ഇങ്ങനെ മാത്രമല്ല നിർവചിക്കപ്പെട്ടിട്ടുള്ളത് എന്നതും കാണാം. വളരെ വളരെ പണ്ട് സംസ്കൃത കവികാരനായ മീമാംസകാരനായ ദണ്ഡി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പിപാസതി കാവ്യരസം നബീയതി. ദാഹിച്ചിരിക്കുമ്പോൾ കാവ്യരസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കരണീയമായിട്ടുള്ളത് എന്ന ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു, ഹിരണ്യമേവ ഭജ. ഹിരണ്യമേവ ഭജ എന്ന് പറഞ്ഞാൽ സ്വർണത്തെ ഭജിക്കുക. അതായത് ഇങ്ങനെ കവിത എഴുതിക്കൊണ്ട് നടന്നിട്ട് വിശേഷ കാര്യമൊന്നുമില്ല. ആ സമയത്ത് 4 കാശുണ്ടാക്കുക, അതാണ് ചെയ്യേണ്ടത് എന്ന് പറയും. ദണ്ഡിയുടെ ജീവിതത്തെ ഉടനീളം നയിച്ചതോ രൂപപ്പെടുത്തിയതോ വഴിമാറ്റി നടത്തിയതോ ആയിട്ടുള്ള ഒരു ദർശനമൊന്നുമല്ല ഇത്. അതിനപ്പുറത്ത് ജീവിതത്തിൻ്റെ വിവൽക്കരമായ ദുരന്തപൂർണമായ ചില മുഹൂർത്തങ്ങളെ നേരിടേണ്ടി വന്ന ഘട്ടത്തിൽ ഇങ്ങനെ പരിണതപ്രജ്ഞനായ ദണ്ഡിയെ പോലെ ഒരാൾക്ക് പോലും പറയേണ്ടി വന്നു, ഹിരണ്യമേവ ഭജ. 4 കാശുണ്ടാക്കാൻ നോക്ക്, പണം ഉണ്ടാക്കാൻ നോക്ക്, സ്വർണം ഉണ്ടാക്കാൻ നോക്ക് എന്ന് മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. അപ്പോൾ കല എന്തിനു വേണ്ടിയുള്ളതാണ്? കല പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്, സ്വർണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന ഒരു ചിന്താധാര നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൽ വളരെ പ്രധാനമായി ഒരു കാലത്ത് നിലനിന്നിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു ധാരയും നിലനിന്നിട്ടുണ്ട്. ആ ധാരയുടെ പ്രതിനിധിയായിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് നിൽക്കുന്നത് ത്യാഗരാജസ്വാമികളാണ്. ത്യാഗരാജസ്വാമികൾ ഇങ്ങനെ തെരുവിൽ അടഞ്ഞു നടന്നാണ് പാടിയത് എന്ന് നിങ്ങൾക്കറിയാം. കീർത്തനങ്ങൾ രചിച്ച് ഇങ്ങനെ പാടി നടന്നു. മലയോരങ്ങളിൽ, കടലോരങ്ങളിൽ, മഴയത്ത്, വെയിലത്ത് ഒക്കെ ഇങ്ങനെ അനന്തമായി പാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീർത്തനകാരൻ എന്ന നിലയിൽ, വാഗ്ഗേയകാരൻ എന്ന നിലയിൽ, സംഗീതകാരൻ എന്ന നിലയിൽ, സാഹിത്യകാരൻ എന്ന നിലയിലൊക്കെയുള്ള കീർത്തി അതിരുകളെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് അങ്ങനെ വളർന്ന് വ്യാപിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് നാടുവാണിരുന്ന രാജാവിന് തോന്നി, ഇതുപോലെയുള്ള ഒരാൾ, ഇതുപോലെയുള്ള മഹാനായ ഒരു മനുഷ്യൻ ഇങ്ങനെ തെരുവിൽ അടഞ്ഞു നടക്കുകയല്ലല്ലോ വേണ്ടത്, തൻ്റെ കൊട്ടാരത്തിലേക്ക് വരികയാണല്ലോ വേണ്ടത്. അങ്ങനെ കൊട്ടാരത്തിൽ വന്നിരുന്നുകൊണ്ട് തന്നെക്കുറിച്ച് ചില അവതാരങ്ങൾ വീഴ്ച പാടുകയാണല്ലോ വേണ്ടത് എന്ന് തോന്നുകയും തൻ്റെ ദൂതന്മാരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കുകയും ചെയ്തു. ദൂതന്മാർ ചെല്ലുമ്പോൾ ഒരു അരയാൽ തടലിൽ വിശ്രമിക്കുകയാണ് ത്യാഗരാജസ്വാമികൾ. ആ ത്യാഗരാജസ്വാമികളോട് ഈ ദൂതന്മാരെ ചെന്ന്
പറഞ്ഞു, രാജാവ് ക്ഷണിക്കുകയാണ്, അങ്ങ് കൊട്ടാരത്തിലേക്ക് വരണം. കൊട്ടാരത്തിലെ പ്രതാപൈശ്വര്യങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ട് അവിടുത്തെ സുഖശീതളതയൊക്കെ പങ്കിട്ടുകൊണ്ട് അവിടെ വന്ന് സുഖമായി കഴിയണം. ആകെ ഒരു കാര്യമേ ചെയ്യേണ്ടൂ, രാജാവിനെ കുറിച്ച് ചില അപദാനങ്ങൾ രചിച്ചു പാടുക. ഇത് കേട്ട് ത്യാഗരാജസ്വാമികൾ പറഞ്ഞു, ഞാൻ വരുന്നില്ല. രാജാവ് ഇതറിഞ്ഞു ത്യാഗരാജസ്വാമികൾ തൻ്റെ ക്ഷണം നിരാകരിക്കുകയാണ് എന്ന്. അതേ തുടർന്ന് ഈ ദൂതന്മാരോട് തന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, കുറേ കുടങ്ങളിൽ, സ്വർണ്ണക്കുടങ്ങളിൽ സ്വർണ്ണ നാണയങ്ങൾ നിറച്ച്, രത്നങ്ങൾ നിറച്ച് അത് കാൽക്കൽ കൊണ്ട് വെച്ചിട്ട് വീണ്ടും ഒരിക്കൽ കൂടി വിളിക്കുക, അദ്ദേഹം വരും. ദൂതന്മാർ രാജകൽപ്പന പോലെ ചെയ്തു. ഈ കുടങ്ങളെല്ലാം ത്യാഗരാജസ്വാമികളുടെ കാൽക്കൽ നിരന്നു. അതൊക്കെ നിരാകരിച്ചുകൊണ്ട് ത്യാഗരാജസ്വാമികൾ അപ്പോൾ എഴുതി പാടിയ കൃതിയാണ് നിധിചാല സുഖമ. കല്യാണി രാഗത്തിലുള്ള നിർത്തനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിധിചാല സുഖമ രാമമുനി സന്നിധി സേവ സുഖമ. ഏതായാലും ആര് കേട്ടിട്ടില്ലെങ്കിലും ശ്രീ ടി.ആർ. അജയൻ സാർ കേട്ടിട്ടുണ്ടാവും. കാരണം അദ്ദേഹം സ്വരലയയുടെ അധിപനാണ്. ഇവിടുത്തെ ഈ രാജ്യത്തെയും പുറത്തെയും വിശ്രുതരായ വിഖ്യാതരായ സംഗീതജ്ഞരെ, ഹിന്ദുസ്ഥാനി, കർണാട്ടിക്, വെസ്റ്റേൺ വേർതിരിവുകളൊന്നുമില്ലാതെ സംഗീതജ്ഞരെയൊക്കെ ഈ പാലക്കാട്ടേക്ക് കൊണ്ടുവരികയും ഇവിടുത്തെ ജനങ്ങൾക്ക് ആ കീർത്തനങ്ങളൊക്കെ കേൾക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ നിധിചാല സുഖമ കേൾക്കാതെ പോകാൻ വഴിയില്ല, കേൾക്കാതിരിക്കാൻ വഴിയില്ല. എന്ന് മാത്രമല്ല, ഇനി ആരെങ്കിലും അത് കേൾക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ടി പത്മനാഭൻ്റെ നിധിചാല സുഖമ എന്ന കഥ വായിച്ചാൽ മതി, അവർക്കും നിധിചാല സുഖമയുടെ സത്ത എന്താണ് എന്ന് മനസ്സിലാവും. ഇനി ടി പത്മനാഭൻ്റെ കഥ വായിക്കാൻ സാവകാശമില്ലെങ്കിൽ കഥയെക്കുറിച്ച് മലയാളത്തിൽ ഏറ്റവും അധികം പഠിച്ചിട്ടുള്ള, ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള, കഥയുടെ സ്പെഷ്യലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ കെ എസ് രവികുമാർ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറൊക്കെ ആയിരുന്നു, വൈസ് ചാൻസലറായിരുന്നു. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ നിധിചാല സുഖമ എന്താണെന്ന് പറഞ്ഞു തരും. നിധിചാല സുഖമ എന്നാൽ പണം കൊണ്ട് എന്ത് സുഖം, നിധി കൊണ്ട് എന്ത് സുഖം ഉണ്ടാകുമോ? ത്യാഗരാജസ്വാമികൾ ഈ നിധി കുംഭങ്ങളാൽ നിരാകരിച്ചുകൊണ്ട് പറഞ്ഞു, നിധി എനിക്ക് സുഖം തരുന്നില്ല. പിന്നെയോ എൻ്റെ മനസ്സിൽ ഉള്ള സങ്കല്പങ്ങളെക്കുറിച്ച് അല്ലാതെ എനിക്കൊന്നിനെക്കുറിച്ചും പാടാനില്ല. ഈ പ്രകൃതിയെക്കുറിച്ച്, ഈ പ്രകൃതിയിൽ പ്രതിബിംബിച്ച് കാണുന്ന എൻ്റെ മനസ്സിൻ്റെ സങ്കല്പങ്ങളെക്കുറിച്ച്, എൻ്റെ മനസ്സിൻ്റെ പ്രഭുവിനെക്കുറിച്ച് അല്ലാതെ ഒരു പ്രഭുവിനെക്കുറിച്ചും ഒരു രാജാവിനെക്കുറിച്ചും ഒരു ചക്രവർത്തിയെക്കുറിച്ചും താൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ കാണുന്ന കടലരകളാണ് എൻ്റെ കീർത്തനത്തിൻ്റെ അവരോഹണങ്ങളെന്നും അകലെ കാണുന്ന ഗിരിനിരകളാണ് എൻ്റെ കീർത്തനത്തിൻ്റെ ആരോഹണങ്ങളെന്നും ത്യാഗരാജസ്വാമികൾ പറഞ്ഞു. ഈ പ്രകൃതിയാണ് എൻ്റെ സംഗീതമെന്ന് പറഞ്ഞു. നിധിചാല സുഖമ, പണം കൊണ്ട് സുഖം ഉണ്ടാകുമോ? പണം ഉണ്ടാക്കാൻ പറഞ്ഞ ഒരാളപ്പുറത്ത്, പണം കൊണ്ട് സുഖം ഉണ്ടാകുമോ എന്ന് ചോദിച്ച മറ്റൊരാളിപ്പുറത്ത്. ഇതിൻ്റെ നടുവിലൂടെ ആയിരുന്നിട്ടുണ്ട് കലാസാഹിത്യ സാംസ്കാരിക ചരിത്രത്തിൻ്റെ പ്രവാഹം. ഇവ തമ്മിലുള്ളൊരു സംഘർഷവുമുണ്ട്. ഈ സംഘർഷത്തിൻ്റെ ഒക്കെ ഒടുവിൽ, ഈ സംഘർഷങ്ങളിലൂടെ തന്നെ ഊറിത്തെളിഞ്ഞു വന്ന ഒരു ബോധത്തെളിമയുണ്ട്. ആ ബോധത്തെളിമയാണ് സത്യത്തിൽ ഏകാന്തമായ നിമിഷത്തെ അമൃതാക്കി മാറ്റുകയും പാഴായി പോകുന്ന, വധ്യമായി പോകുന്ന ആകാശങ്ങളിലൊക്കെ അടർവാടികൾ സൃഷ്ടിക്കുകയും അങ്ങനെ ലോകാനുഗ്രഹപരയാവുകയും ചെയ്യുക എന്നുള്ളതാണ് കലയുടെ ധർമ്മം എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ, ആശാൻ പറഞ്ഞതിൻ്റെ പിന്നിൽ. അപ്പോൾ ആ വിധത്തിൽ ഉള്ള ഒരു നിർവചനമാണ് കലയെക്കുറിച്ച് എനിക്ക് പ്രധാനമായിട്ട് മുമ്പോട്ട് വയ്ക്കാനുള്ളത്. സാഹിത്യകാരൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ അവരോട് ഞാൻ പറയുക, ലോകാനുഗ്രഹപരയായിരിക്കുക എന്നുള്ളതാണ് എന്നതാണ്. ആ ലോകാനുഗ്രഹപരതയാണ് സത്യത്തിൽ സാഹിത്യകാരൻ്റെ കമ്മിറ്റ്മെൻറ്റ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടുള്ള, ഏതെങ്കിലും ഒരു കൊടിക്കൂറയോടുള്ള കമ്മിറ്റ്മെൻ്റ് അല്ല. അതിനപ്പുറത്ത് ഈ ജനകീയതയോടുള്ള, മാനവികതയോടുള്ള, മാനുഷികതയോടുള്ള അൺഫ്ലിഞ്ചിങ് സപ്പോർട്ട് ആണ് സത്യത്തിൽ പ്രതിബദ്ധത. ലോകത്തിൻ്റെ ഏത് സ്ഥലരാശിയിൽ കഴിയുന്ന എഴുത്തുകാരനും ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന എഴുത്തുകാരനും ഒരു മാനിഫെസ്റ്റോ പോലെ എടുത്തുയർത്തി കാണിക്കാവുന്നതാണ്. ആ മാനിഫെസ്റ്റോ ഉയർത്തി കാണിച്ച നിരവധി പേർ പിന്നേറ്റം വയലാറ് വരെ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രതയും എഴുതിയപ്പോൾ അതിൽ പ്രതിഫലിച്ചു നിന്നതും സത്യത്തിൽ ആശാന്റെ ഈ നിർവചനമാണ് എന്ന് ഞാൻ കരുതുന്നു. കണ്ണീര് പോലെയാണ് എനിക്ക് കവിത, വിളിച്ചു വരുത്താൻ പറ്റില്ല, വരുമ്പോൾ തടുത്തു വെക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു എഴുതിയിട്ടുണ്ട്. ഒന്ന് വിശദീകരിക്കാം. കവിത എനിക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നൊരു ചോദ്യത്തെ അഭിമുഖീകരിക്കുമ്പോഴാണ് എനിക്ക് ഈ വിധത്തിൽ പറയേണ്ടി വന്നിട്ടുള്ളത്.
കവിത കണ്ണീര് പോലെയാണ്. കണ്ണീര് നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് വരുത്താനൊന്നും പറ്റില്ല. ചലച്ചിത്ര നാടക രംഗത്തെ കലാകാരന്മാർ പോലും നിസ്സരണയ്ക്ക് ഉപയോഗിച്ചാണ് കണ്ണീര് വരുത്തുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു സങ്കടം ഉണ്ടായാൽ, ഒന്ന് മനസ്സ് വിങ്ങുന്ന അവസ്ഥ ഉണ്ടായാൽ ഒന്ന് തേങ്ങിപ്പോവില്ലേ, ആ തേങ്ങലാണ് കവിത. കണ്ണീരാണ് കവിത എന്ന് പറയുന്നത് കൊണ്ടാണ്. വല്ലാതെ വിഷമം വരുമ്പോൾ കണ്ണ് നിറയും. ആ കണ്ണ് നിറയുന്നത് അത്രമേൽ സ്വാഭാവികമായൊരു പ്രക്രിയ. അങ്ങനെ അതായത് ഒരു പൂമൊട്ട്, ആ പൂമൊട്ടിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന വലിയൊരു ആർജുണ്ട്. അത് താങ്ങാൻ മൊട്ടിനാവാത്ത നിമിഷത്തിലാണ് ഈ മൊട്ട് അങ്ങ് വിടർന്ന് ഒരു പൂവായിത്തീരുന്നത്. അതേപോലെ അടക്കി പിടിക്കാനാവാത്ത വിങ്ങല് ഒരു തേങ്ങലായി വരുന്നത് പോലെ, അടക്കി വയ്ക്കാനാവാത്ത സങ്കടങ്ങൾ കണ്ണീർത്തുള്ളികളായി ഉതിർന്ന് വീഴുന്നത് പോലെ എനിക്ക് കവിത ഉണ്ടാകുന്നു എന്ന് ഞാൻ പറഞ്ഞത് കവിത അത്രമേൽ സ്വാഭാവികമാണ് എന്ന കാര്യത്തിന് അടിവരയിടാനാണ്. പക്ഷേ ഈ ചിന്ത എൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്ത കൂടി കൊണ്ടുവരുന്നുണ്ട്, ഇന്നുകൂടി അനുബന്ധമായി പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കവിത ഈ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ കണക്റ്റഡ് ഇൻട്രാങ്കിലിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട് പണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും അങ്ങനെ സ്പോണ്ടേനിയസ് മാത്രമാണോ എന്നൊരു ചിന്തയും എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഡോസ്റ്റോവ്സ്കി ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എഴുതുന്നു. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് അദ്ദേഹം എഴുതുന്നത് ഈ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ മനസ്സിൽ വന്നിട്ടൊന്നുമല്ല, നിരന്തരമായ സമ്മർദ്ദങ്ങളെ തുടർന്നാണ് അദ്ദേഹം എഴുതുന്നത്. നിവൃത്തിയില്ല എന്ന് വന്നു. അത് ഈ പറഞ്ഞ പോലെയുള്ള ആത്മാവിൻ്റെ സമ്മർദ്ദപ്രകാരമൊന്നുമല്ല. ഒരു ചൂതുകളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിനോദം. ചൂതുകളിക്കാരൻ്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങി. ഇങ്ങനെ കടം വാങ്ങി ഈ പണം എടുത്ത് തൂർത്തടിച്ചു, ചൂത് കളിച്ചു, എല്ലാം നശിച്ചു പോയി. അയാൾക്ക് പണം തിരികെ കൊടുക്കാനില്ല. തന്നെ പരാതി കൊടുത്ത് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിലടയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഭീതിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു കൃതി അദ്ദേഹത്തിന് എഴുതാൻ കഴിയുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഭൗതികമായ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായും സാഹിത്യം ഉണ്ടാകാം എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതേപോലെ ഷേക്സ്പിയറുടെ നാടകങ്ങൾ എഴുതിയിരിക്കുന്നതെല്ലാം തന്നെ ഈ സർഗാത്മകതയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം എന്ന് പറയാൻ പറ്റില്ല. എല്ലാം നാടക കമ്പനികൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. നാളത്തേക്ക് ഒരു നാടകം വേണം, മക്ബെത്ത്. നാളത്തേക്ക് മറ്റൊരു നാടകം വേണം എന്ന് പറയുമ്പോൾ ഹാംലെറ്റ് അല്ലെങ്കിൽ വേറെ വേണം. ഇങ്ങനെ ഈ നാടക കമ്പനികൾക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഈ സ്പോണ്ടേനിറ്റി എന്ന് പറയാൻ പറ്റുമോ? ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ എന്തായിരുന്നു ആ കൃതി, വൃദ്ധനും കടലും, ആ കൃതിയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ്. അത് വല്ലാത്ത ഭൗതിക സമ്മർദ്ദം ഉണ്ടായി. അദ്ദേഹത്തിന് ഈ പണം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് വരുന്ന സമയത്ത് അദ്ദേഹം എഴുതുന്നത്. എന്ന് മാത്രമല്ല, ഇത് ഓരോ തവണയും ഈ എഡിറ്ററുടെ പബ്ലിഷർക്ക് കൊടുക്കും. പബ്ലിഷർ ഇത് വാങ്ങിയിട്ട് പ്രസിഡന്റ് കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഫോൺ വരും, അതിന് കുറച്ച് മാറ്റം വരുത്താനുണ്ട്. അങ്ങനെ 164 തവണ തിരികെ വാങ്ങി ഈ കൃതി അദ്ദേഹം എഡിറ്റ് ചെയ്ത് കൊടുക്കുക. 165-ാം തവണയായപ്പോൾ എഡിറ്റർ പറഞ്ഞു, ഐ വിൽ റൂയിൻ യുവർ കരിയർ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ ഭീഷണിയുടെ മുമ്പിൽ ഇതുകൊണ്ടാണ് എഴുതുന്നത്. ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാകാം. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ടാവണം. ആ സ്പാർക്ക് ഈ വിധത്തിൽ പുറത്തേക്ക് എഴുത്തായിട്ട് വരണമെങ്കിൽ ഭൗതിക സാഹചര്യം കൂടി വേണം എന്ന് കരുതുന്ന ഒരാളാണ്. ഒരു ഭൗതിക സാഹചര്യം ഇല്ലാതെ വരുമോ? പി കുഞ്ഞിരാമന്മാരുടെ സെലിബ്രേറ്റ് പോയം എന്ന് പറയുന്നത് കളിയച്ഛനാണ്. എല്ലാവർക്കും അറിയാം. കളിയച്ഛനെ കടന്നു നിൽക്കുന്ന കവിതയില്ല. ഈ കളിയച്ഛൻ എഴുതപ്പെടാം. തിരുവനന്തപുരത്ത് സുപ്രീം വന്നിരുന്നിട്ട് നാളെ റിപ്പബ്ലിക് ദിനാചരണത്തിന് ആകാശവാണിയിൽ പോയി കവിത എഴുതണമല്ലോ എന്ന ഒരു നിർബന്ധം വന്നപ്പോൾ എന്നിട്ട് കവിത ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോഴാണ് അദ്ദേഹം കളിയച്ഛൻ എഴുതുന്നത്. പക്ഷെ കളിയച്ഛനോളം ക്രിയേറ്റിവിറ്റി എങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന, അതിൻ്റെ ഒരു സാരസത്ത ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കവിത വേറെ ഉണ്ടോ? ഇല്ല എന്ന് പറയണം. അതുപോലെ നിരവധി ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. എല്ലാത്തിലേക്കും ഞാൻ കിടക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു ചന്ദനമരത്തിൻ്റെ ഏത് ഭാഗം എപ്പോൾ മുറിച്ചാലും അതിൽ നിന്ന് ചന്ദനഗന്ധം എന്ന് പറയുന്നത് പോലെ പ്രതിഭ എന്ന് പറയുന്നത് ഈ കവി ആയിട്ടുള്ള ഒരാളുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളതാണ്. ആ പ്രതിഭ ഒന്ന് തൊട്ടാൽ ജ്വലിക്കും. അങ്ങനെ തൊടുക എന്ന കർമ്മം അനുഷ്ഠിക്കേണ്ടതാണ്. അതും കവിത തന്നെ. അങ്ങനെയാണ് നല്ല കവിതകളൊക്കെ ജനിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കണ്ണീർത്തുള്ളി പോലെയാണ് കവിത, ഒരു പൂവിൻ്റെ വളരെ സ്വാഭാവികമായ വിടരൽ പോലെയാണ് കവിത, ഒരു കുയിലിൻ്റെ പാട്ട് പോലെയാണ് കവിത. കുയിലിന് പാടാതിരുന്നുകൂടെ എന്ന് നമുക്ക് ചോദിക്കാം, കുയിലിന് പാടിയാൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കാം. പക്ഷേ കുയിലിന് പാടാതിരിക്കാൻ പറ്റില്ല, കണ്ണീർത്തുള്ളി കടന്ന് വീഴാതിരിക്കാൻ പറ്റില്ല, മൊട്ടിന് വിടർന്ന് പോവാതിരിക്കാനും പറ്റില്ല, അതേപോലെ ഈ കവിത എഴുതാതിരിക്കാനും പറ്റില്ല. ഇതിനനുബന്ധമായിട്ട് മറ്റൊരു കാര്യം കൂടി ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നു, അതായത് അവാർഡുകൾ. ഈ അവാർഡുകളൊന്നും ഇല്ലെങ്കിൽ കവി എഴുതിയില്ലേ? കവികളായി ജനിച്ചവരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കവിതകൾ എഴുതിയിരിക്കും. ഈ ഒരു പുരസ്കാരവും ഇല്ലാത്ത കാലത്ത് വ്യാസനും വാൽമീകിയും ഒക്കെ എഴുതിയില്ലേ? ഇത്രയേറെ എത്ര ശ്രേണുവസായിട്ടുള്ള എഫർട്ടാണ് ശരിക്കും. ഈ ഓലയിൽ നാരായണനോടൊക്കെ കുത്തി വരച്ചെഴുതുക എന്ന് പറയുന്നത് ആരുടെ ഏത് നൊബേൽ പ്രൈസ് കിട്ടാനാണ് എഴുതിയത്? അപ്പൊ കവിയായിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവും കവിത എഴുതുന്ന അവാർഡിന് വേണ്ടിയല്ല എന്ന്. അപ്പോ ഈ വിധത്തിൽ എഴുതിയിട്ടുള്ള ആളുകളെക്കുറിച്ചും അവരെഴുതിയ കാര്യങ്ങളെക്കുറിച്ചും വായിച്ചിട്ടുള്ള ഏതൊരു മനുഷ്യനും വളരെ കൃത്യമായിട്ട് മനസ്സിലായും ആകും കവിത അനായാസമായി ഇങ്ങനെ വരുന്നത് അയാൾക്ക് എഴുതാതിരിക്കാൻ നിർവാഹമില്ല. എല്ലാ അവാർഡുകളും നിരോധിച്ചാലും കവിത ഉണ്ടാവും. അങ്ങനെ ഉള്ള കവിതയോട് ആണ് എഴുത്തുകാരൻ്റെ പ്രതിബദ്ധത. മഹാകവി മോഹനാശാനിൽ നിന്ന് കാവ്യഗുണം സ്വീകരിച്ച പ്രശസ്ത കവി വൈലോപ്പിള്ളി സീതാരാമേനോന്റെ സൂക്ഷ്മമായ കാവ്യ സമ്പന്നതയാണ് വർമ്മയ്ക്ക് പാരമ്പര്യമായി ലഭിച്ചതെന്ന് പോയിന്റ് സാർ പറഞ്ഞിട്ടുണ്ട്. പാരമ്പര്യമായ അടുപ്പത്തെയും അകലത്തെയും കുറിച്ചുള്ള തീവ്രബോധം കവിതയിലെ സത്യാന്വേഷണത്തിന്റെ ഘടകമാണെന്ന് തോന്നിയിട്ടുണ്ടോ? പാരമ്പര്യവുമായി അടുപ്പത്തെയും അകലത്തെയും കുറിച്ചുള്ള തീവ്രബോധം കവിതയിലെ സത്യാന്വേഷണത്തിന്റെ ഘടകമാണെന്ന് തോന്നിയിട്ടുണ്ടോ? കവിതയെക്കുറിച്ചുള്ള എൻ്റെ അടിസ്ഥാന സങ്കല്പം തന്നെ അത് ട്രഡീഷൻ എന്നുള്ളൊരു ടോട്ടൽ ബ്രേക്ക് അല്ല എന്നുള്ളതാണ്. ട്രഡീഷൻ എന്നുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു എക്സ്റ്റൻഷനാണ് മോഡേണിറ്റി എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അത് എല്ലാ കാലത്തും എല്ലാ ലോകത്തും അങ്ങനെ തന്നെ ആയിരുന്നിട്ടുണ്ട് താനും. ട്രഡീഷനെ സമ്പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് ഒരു മോഡേണിറ്റിയും ഒരിടത്തും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ മോഡേണിറ്റിക്ക് തിരിച്ച് ട്രഡീഷനോടും ഒരു പാരസ്പര്യമുണ്ട്. ആ പാരസ്പര്യമാണ് ഇന്ന് ലോകത്തെ പല രാജ്യങ്ങളിലെയും ഏറ്റവും അത്യാധുനികമായ കവിതകളിൽ പോലും തെളിഞ്ഞു കാണുന്നത്. നോർവേജിയൻ കവിതയിൽ, ബ്ലാക്ക് അമേരിക്കൻ കവിതയിൽ, ലാറ്റിൻ അമേരിക്കൻ കവിതയിൽ ആ കവിതകളൊക്കെ എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. അവരെ സ്വന്തം നാടിൻ്റെ ഡ്രം ബീറ്റ് താളങ്ങളിലേക്കും സ്വന്തം നാടിൻ്റെ ഫ്ലൂട്ടിൻ്റെ ഈണങ്ങളിലേക്കും തിരികെ സഞ്ചരിക്കുക. ഇതുകൊണ്ടാണ് അവർക്കൊരു എത്തനിക് ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ എത്തനിസിറ്റിയെ കൂടാതെ കവിതയ്ക്ക് മുമ്പോട്ട് പോകാനാവില്ല എന്ന ബോധമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇപ്പോഴും പലരും മോഡേണിറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ഈ ട്രഡീഷനുമായി ബന്ധമില്ലാത്തൊരു മോഡേണിറ്റിയിൽ അങ്ങ് കൺഫൈൻഡായി നിൽക്കുകയാണ്. അങ്ങനെയല്ല, അങ്ങനെ ആയിരുന്നിട്ടില്ല. ഇപ്പോൾ പെറൂവിയൻ കവിയായ സീസർ വലേജോ, അദ്ദേഹം നാടൻ ലിറിക്സുകളിൽ നിന്നുള്ള ഈണവും താളവും ചൊൽവഴക്കങ്ങളും താളക്രമങ്ങളും ഉപയോഗിച്ചു. മോഡേൺ ആണിറ്റിയുടെ തന്നെ പതാകവാഹകൻ എന്ന് കരുതപ്പെടുന്ന TS എലിയട്ടിന് ട്രാൻസിസിസത്തിൻ്റെ പദാവലികൾ പോലും ചിലത് ഉപയോഗിക്കേണ്ടി വന്നു. ഓം ശാന്തി 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 എന്ന് അദ്ദേഹത്തിന് എഴുതേണ്ടി വന്നു. അതിലൊക്കെ തെളിയുന്ന ഈ ട്രഡീഷനിൽ നിന്ന് മോഡേണിറ്റിയിലേക്കുള്ള സ്വാഭാവികമായ ഒരു പ്രവാഹമാണ്. അത് ഈ മോഡേണിറ്റിയിൽ നിന്ന് പോസ്റ്റ് മോഡേൺ എന്ന ഘട്ടത്തിലേക്ക്, ഈ പോസ്റ്റ് മോഡേൺ എന്നതിന് സ്വാഭാവികത്തിന് രണ്ടർത്ഥമുണ്ടല്ലോ. ഒന്ന്, ആ സാങ്കേതിക സജ്ഞ ദ്യോതിപ്പിക്കുന്ന ചില ഭാവങ്ങളാണ്. കൂടാതെ മോഡേണിസത്തിന് ശേഷം എന്നുള്ള അർത്ഥത്തിലുള്ള പോസ്റ്റ് മോഡേൺ എന്നുള്ള പ്രയോഗം. ഈ പോസ്റ്റ് മോഡേണിറ്റിയുടെ ഘട്ടത്തിൽ പോലും ഞാൻ സൂചിപ്പിച്ച ഈ എത്തനിക് പാരമ്പര്യമുള്ള ട്രഡീഷനുള്ള സംസ്കൃതികളെ ഒക്കെ തന്നെ അവരുടെ തനതായിട്ടുള്ള ഈണങ്ങളിലേക്ക്, ഭാവങ്ങളിലേക്ക്, താളങ്ങളിലേക്ക്, ചൊൽവഴക്കങ്ങളിലേക്കും ഒക്കെ തിരികെ സഞ്ചരിക്കുക. കാരണം ആ ഡ്രം ബീറ്റ് താളത്തിന് ചില ഗോത്ര സ്മൃതികളെ ഉണർത്തിയെടുക്കാൻ പറ്റും. ഏറ്റവും പുതിയ തലമുറയുടെ അവർ മറന്നുപോയിട്ടുള്ള ചില സ്മൃതികളെ ഉണർത്താൻ പറ്റും. അതേപോലെ അവരുടെ ഈ ഫ്ലൂട്ടിൻ്റെ ഈണത്തിന് ഇതേപോലെ ചില ഹൃദയഭാവങ്ങളെ തലോടി ഉണർത്തിയെടുക്കാൻ കഴിയും എന്നൊരു ബോധം അവരെ നയിക്കുന്നുണ്ട്. ഈ പോസ്റ്റ് മോഡേണിസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പോസ്റ്റ് മോഡേണിസം ആയി നിർവചിക്കപ്പെടുന്നത് ഈ ലേറ്റ് ക്യാപിറ്റലിസത്തിൻ്റെ, ആധുനിക മുതലാളിത്തത്തിൻ്റെ കലയിലെ ഒരു മാനിഫെസ്റ്റേഷനാണ്. കലയിലെ മാനിഫെസ്റ്റേഷനായിട്ടാണ് ഈ പോസ്റ്റ് മോഡേണിസം വരുന്നത്. അത് നിർവചിക്കപ്പെടുന്നത് സ്ത്രീ സ്വാതന്ത്ര്യം, അതേപോലെ വ്യക്തി സ്വാതന്ത്ര്യം, പരിസ്ഥിതി, ഇതുപോലെയുള്ള കുറേ ഘടകങ്ങളെ സൂചിതമാക്കിക്കൊണ്ടാണ്. അങ്ങനെയുള്ള ഈ പോസ്റ്റ് മോഡേണിറ്റി
കലയിൽ എന്ത് ധർമ്മമാണ് അനുഷ്ഠിച്ചത് എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്ത് വെച്ച് പരിശോധിക്കേണ്ടതാണ് ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ പോസ്റ്റ് മോഡേണിറ്റി ശരിക്കും സാഹിത്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് കടന്നു വന്നത് സിനിമയിലേക്കാണ്. സിനിമയ്ക്ക് വന്ന ശേഷം മാത്രമേ സാഹിത്യത്തിലേക്ക് വരുന്നുള്ളൂ. സിനിമയിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ സിനിമയ്ക്ക് അന്ന കരുണീന പോലെ, കുറ്റവും ശിക്ഷയും പോലെ, ഷേക്സ്പിയർ കൃതികളുടെ വിവിധ വെർഷൻസ് പോലെ ഉള്ള ജീവിത ഗന്ധിയായ ബൃഹത് ആഖ്യായികൾ സിനിമയായിക്കൊണ്ടിരുന്ന ഹോളിവുഡിൽ നിന്ന് ജുറാസിക് പാർക്ക് പോലെ, മമ്മി പോലെയുള്ള സിനിമകളെ വരൂ എന്ന് വന്നു. അതാണ് പോസ്റ്റ് മോഡേണിസം ഉണ്ടാക്കിയത്. കാരണം ബൃഹദാഖ്യാനങ്ങൾ പാടില്ല, മെഗാ നെറേറ്റീവ്സ് പാടില്ല. മെഗാ നെറേറ്റീവ്സിനെയൊക്കെ ക്യാപ്സ്യൂൾ രചനകൾ കൊണ്ട് പകരം വയ്ക്കണം. അങ്ങനെ ക്യാപ്സ്യൂൾ രചനകൾ കൊണ്ട് പകരം വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സിനിമയിലും ഈ മെഗാ ജീവിതങ്ങൾ വരില്ല എന്ന് വന്നു. ഈ മെഗാ ജീവിതങ്ങൾക്ക് മാത്രമേ സൊസൈറ്റിയെ അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ സമ്പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയും. അതിനെ അനലൈസ് ചെയ്യാൻ എന്ന് പറയുമ്പോൾ സർഗാത്മകമായി അനലൈസ് ചെയ്യാൻ കഴിയും. അതിൻ്റെ ഇമേജസിനെ പൊലിപ്പിച്ച് അവതരിപ്പിക്കാൻ കഴിയും. പക്ഷേ ഈ കാപ്സ്യൂൾ രചനകൾ കൊണ്ട് പകരം വയ്പ്പിൻ്റെ കലയായി മാറി പോസ്റ്റ് മോഡേണിസം. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിയാലിറ്റീസ് ഓഫ് ലൈഫ് അതിനെയൊക്കെ തന്നെ ഏതാണ്ട് ഒരു സ്പെക്ടാക്കുലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന വർണ്ണവിഭ്രമ ജനകമായിട്ടുള്ള ഏതൊക്കെയോ നിറക്കൂട്ടുകൾ കൊണ്ട് പകരം വയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായി. സംവിധായകൻ്റെ കല എന്ന സങ്കല്പത്തെ ഗ്രാഫിക്സ് ആർട്ടിസ്റ്റിൻ്റെ കല എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് പകരം വയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഈ മണ്ണിനെ, ഈ ഭൂമിയെ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ തരം കൊണ്ട് പകരം വയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഈ വിധത്തിൽ പകരം വെപ്പിൻ്റെ കലയായി മാറിയപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മണ്ണും മനുഷ്യനും അവൻ്റെ മനസ്സും അവൻ്റെ ജീവിതവും സമൂഹത്തിൻ്റെ ജീവിതവും അപ്പാടെ കലയുടെ ഒരു റൺ അതിൽ നിന്ന് പുറത്തായി. അതും ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ തലത്തിലേക്ക് മാറി എന്ന് പറയാം. ജീവിതം തുടച്ച് ഈ ജുറാസിക് പാർക്ക് പോലെ, മമ്മി പോലെയുള്ള സിനിമയിൽ എവിടെയാണ് മനുഷ്യൻ്റെ ജീവിതം സ്പന്ദിക്കുന്നത്? മനുഷ്യനെ വേണ്ട, മനുഷ്യനെ തന്നെ പകരം വയ്ക്കുക. യന്ത്രരൂപികളെ കൊണ്ടോ രാക്ഷസ രൂപികളെ കൊണ്ടോ ബഹിരാകാശ രൂപികളെ കൊണ്ടോ പകരം വയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. മനുഷ്യൻ വേണ്ട, അവൻ്റെ ജീവിതം വേണ്ട, അവൻ്റെ മനസ്സ് വേണ്ട, അവൻ്റെ മണ്ണ് വേണ്ട. അതാണ് അതിൻ്റെ പൊളിറ്റിക്കൽ കണക്ഷൻ. ലേറ്റ് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു പ്രകട രൂപമായിട്ടാണ് ഈ ആധുനിക പോസ്റ്റ് മോഡേണിസം വന്നത് എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ലേറ്റ് ക്യാപിറ്റലിസത്തിൻ്റെ പൊളിറ്റിക്കൽ ധർമ്മം അനുഷ്ഠിക്കാനുണ്ട്. അത് മനുഷ്യത്വ നിരാസത്തിൻ്റെതാണ്, മാനവികത നിരാസത്തിൻ്റെതാണ്. അത് കലയിൽ വളരെ കൃത്യമായിട്ട് പോസ്റ്റ് മോഡേണിസം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇതിൽ സ്ത്രീവാദമുണ്ടല്ലോ, അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യമുണ്ടല്ലോ, വ്യക്തി സ്വാതന്ത്ര്യമുണ്ടല്ലോ, അത് കണ്ടുകൊണ്ട് പോസ്റ്റ് മോഡേണിസത്തെ അപ്പാടേക്ക് സ്വീകരിക്കാമെന്നാണെങ്കിൽ സത്യത്തിൽ നമുക്ക് വലിയൊരു അപകടം പറ്റും, നമുക്ക് വലിയൊരു തെറ്റ് പറ്റും. അത് ഈ മരത്തെ കണ്ടിട്ട് കാടിനെ കാണാതെ വിടുന്നത് പോലെ ഉള്ള ഒരു അപകടമായി പോകും. എൻ്റെ കയ്യിലെ ഓടത്തിൽ എണ്ണ നിന്ന് തുളുമ്പവേ എണ്ണ വറ്റിക്കിടാൻ പാടില്ലാത്തൊരു കൈത്തിരി നാളൂ എന്ന് ആണോ പറഞ്ഞത്? കാരണം അങ്ങ് എഴുതിയ വരികൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഓരോ കവിക്കും ഒരു സൈൻ വേറ്റ് എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു കാണും. അത് എൻ്റേത് ഒരു പക്ഷേ ഇതാവാം. എൻ്റെ കയ്യിലെ ഓടത്തിൽ എണ്ണ നിന്ന് തുളുമ്പവേ എണ്ണ പറ്റി കെടാൻ പാടില്ലൊരു ഇത്തിരി നാളാവും എന്നത് അതിലും പ്രതിഫലിച്ച് നിൽക്കുന്ന ഈ വിധത്തിലുള്ളൊരു കൺസേൺ ഫോർ ദി അതർ. അവൻ്റെ ഉത്കർഷത്തിൽ അവനോടൊപ്പം സന്തോഷിക്കുന്നതിനും അവൻ്റെ അപകർഷത്തിൽ, അവൻ്റെ ദുഃഖത്തിൽ, സങ്കടത്തിൽ അവനോട് ചേർന്ന് നിൽക്കുന്നതിനും കഴിയുന്ന സവിശേഷമായൊരു മാനസികാവസ്ഥയുടെ ഒരു പ്രതിഫലനം. അതിപ്പോൾ എടുത്തു നോക്കിയാൽ എനിക്ക് തോന്നുന്നത്, എന്നെ ഒഴിച്ച് പറയുകയാണെങ്കിൽ ശ്രേഷ്ഠരായ കവികളുടെ എല്ലാം കാര്യത്തിൽ ഈ വിധത്തിലുള്ളൊരു മുദ്ര, സ്നേഹമുദ്ര, ജീവിതമുദ്ര, മനുഷ്യത്വമുദ്ര അവരുടെ വരികളിൽ പതിഞ്ഞിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒ.എൻ.വി. സാറിൻ്റെ കവിതയിലുണ്ട്, സുഗതകുമാരി ടീച്ചറുടെ കവിതയിലുണ്ട്, വയലാറിൻ്റെ കവിതയിലുണ്ട്, ഒ.എൻ.വിയുടെ കവിതയിലുണ്ട്, ഇടശ്ശേരിയുടെ കവിതയിലുണ്ട്, വി. കുഞ്ഞിരാമൻ നായരുടെ കവിതയിലുണ്ട്, അങ്ങോട്ട് പോയാൽ കാളിദാസൻ്റെ കവിതയിലുണ്ട്. ഇതെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ദുഃഖവെള്ളികൾക്കും അപ്പുറത്തായി ഉയർപ്പിൻ്റെ ഞായറുണ്ടെന്ന വിശ്വാസമേ വന്നു കൈപിടിച്ചാലും ഈ കൂരിരുൾ പാത താണ്ടട്ടെ ഞങ്ങൾ ഈ കുരിശുമായി എന്നതിൽ പ്രകാശിക്കുന്ന ശുഭാപ്തി വിശ്വാസം എങ്ങനെ ലഭിച്ചതാണ്? സത്യത്തിൽ ശുഭവിശ്വാസപരമായൊരു പ്രത്യാശ. അങ്ങനെ ഒന്ന് ഏത് റവല്യൂഷണറി ആയ ആൾക്കും ഏത് കാൽപ്പനികനായ ഒരാൾക്കും ഉള്ളിലുണ്ടാവും. അങ്ങനെ ഒരു പ്രത്യാശ ഇല്ലെങ്കിൽ നമുക്ക് അതിജീവനം എന്നത് അസാധ്യമായി പോകും. ഏത് കരിങ്കർക്കടകത്തിനും അപ്പുറത്ത്
ഒരു പൊൻചിങ്ങിയ പുലരൊളിയുണ്ട് എന്ന് നമ്മുടെ കുഞ്ഞിക്കാലത്ത് തന്നെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഏത് സഹനത്തിൻ്റെ, പീഡനത്തിൻ്റെ, യാതനാനുഭവത്തിൻ്റെ ദുഃഖവെള്ളിക്കും അപ്പുറത്ത് ഒരു ഈർപ്പിൻ്റെ ഞായറാഴ്ചയുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരം ചില കൊച്ചു കൊച്ചു പാഠങ്ങളാണ് ഈ ജീവിതത്തെ ആകെ വളരെ ഓപ്റ്റിമിസ്റ്റിക്കായിട്ട് കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ആ വിധത്തിലുള്ള ഒരു പ്രത്യാശയാണ് ഇതിലുമുള്ളത്. പ്രണയം പോലും സത്യത്തിൽ ഏറ്റവും ഉയർന്ന ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു നാളെയെക്കുറിച്ചുള്ള സച്ചിന്തകളുടെ പ്രതിഫലനം ഉൾക്കൊള്ളുന്നതാണ്. ഈ പ്രണയം സഫലമാവണമെന്നുണ്ട്, അത് ഒരു പ്രണയിക്ക്. അതേപോലെ തന്നെ ഈ എഫേർട്ടൊക്കെ ഫലവത്താകണമെന്നുണ്ട് ഒരു വിപ്ലവമായിരിക്കും. ഈ വിപ്ലവകാല വ്യക്തിത്വവും കാമുക വ്യക്തിത്വവും എല്ലാം ഉൾച്ചേർന്നിരിക്കുന്നു ഇത്തരം പ്രത്യാശകളുണ്ട്. ഈ പ്രത്യാശകളില്ലെങ്കിൽ നമ്മളുടെ ജീവിതം തന്നെ ഇങ്ങനെ തളം കെട്ടി കിടന്നു പോകും. തളം കെട്ടി കിടക്കുന്ന വെള്ളത്തിൽ പലവിധത്തിലുള്ള രോഗാണുക്കൾ പടരും. ആ രോഗാണുക്കൾ കവർന്ന് നമ്മളെ തന്നെ ഇല്ലാതെയാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ വിധത്തിലൊരു അതിജീവന ശേഷി ഉണ്ടാകണം എന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടി ഞാനങ്ങനെ ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഈ രാത്രി ഒന്ന് പുലരണേ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, ഈ വിഷമങ്ങളൊന്ന് മാറണേ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സ്വാഭാവികമായ ഒരു തുടർച്ചയായി മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഏറെ നാൾ പത്രപ്രവർത്തകനായും ദൃശ്യമാധ്യമ പ്രവർത്തകനായും പ്രവർത്തിച്ചു. നയനാരുടെ പ്രസ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമ ഉപദേഷ്ടാവാണ്. ഇന്നത്തെ മാധ്യമരംഗത്ത് വന്നിട്ടുള്ള പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് എന്താണ് പറയാൻ? മാധ്യമപ്രവർത്തകനെ ഒരു കവി നോക്കിക്കാണുന്ന വിധത്തിൽ എനിക്കതിന് മറുപടി പറയാൻ പറ്റും. അപ്പോൾ ഈ കവിതയും മാധ്യമപ്രവർത്തനവും എങ്ങനെ ചേർന്ന് പോകുന്നു എന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരു നിഴൽ കൂടി ഇതിൽ വീണ് കിടക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കവി ഒരു 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 വിഷയത്തെ കാണുമ്പോൾ അതിലൊരു വൈകാരികമായ അംശത്തിനായിരിക്കും പ്രാധാന്യം. ഒരു പത്രപ്രവർത്തകൻ അതേ വിഷയത്തെ കാണുമ്പോൾ അതിലെ വൈകാരികമായ അംശത്തിനായിരിക്കും പ്രാധാന്യം വരിക. വികാരപരമായ രീതിയിൽ ഒരു വിഷയത്തെ ഒന്ന് നോക്കിക്കണ്ടു പോയാൽ പിന്നെ വിചാരപരമായ രീതിയിൽ അതിനെ നോക്കിക്കാണാൻ കഴിയാതെ പോകും. മറിച്ച് വിചാരപരമായ രീതിയിൽ വൈചാരികമായി ഒന്നിനെ, ഒരു സംഭവത്തെ നോക്കിക്കണ്ടാൽ വൈകാരികമായ പ്രതികരണം ഇല്ലാതെയായി പോവുകയും ചെയ്യും. ഇത് എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഡൽഹിയിൽ പത്രപ്രവർത്തകനായിരിക്കുന്ന ഘട്ടത്തിലാണ് രാജസ്ഥാനിലെ ജയ്പൂരിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശത്ത് രൂപ് കൻവർ എന്ന ഒരു 18-19 വയസ്സുള്ള ഒരു സ്ത്രീ സതി അനുഷ്ഠിച്ചു എന്നൊരു വാർത്ത വരുന്നത്. ഈ വാർത്ത അന്വേഷിച്ച് ഞാൻ അവിടെ പോയി ഒരു ഫീച്ചറൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് ജയ്പൂരിൽ പോയി. ജയ്പൂരിൽ നിന്ന് കുറച്ചൊരു ഇൻറ്റീരിയർ ഏരിയയിലാണ്, റിമോട്ട് ഏരിയയിലാണ് അവിടേക്ക് എത്തിപ്പെട്ടു. അവിടെ ചെല്ലുന്നതുവരെ ഈ രൂപ് കൻവർ എൻ്റെ മനസ്സിൽ കണ്ണീർത്തുള്ളി പോലെ ഇങ്ങനെ നിറഞ്ഞ് അടരാൻ പാകത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു കവിതയായി അടരാൻ പാകത്തിൽ. എന്നാൽ അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. കാര്യങ്ങൾ എന്തൊക്കെ അറിഞ്ഞത്? 19 വയസ്സുള്ള പെൺകുട്ടി, ആ പെൺകുട്ടി സ്വയം ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുമെന്നല്ല ചെയ്തത്. അവിടെ നിർബന്ധപൂർവ്വം ബന്ധുക്കളും സമുദായക്കാരും കൂടെ വരിഞ്ഞു കെട്ടി ഈ ചിതയിലിട്ട് ഹോമിക്കുകയാണ് ചെയ്തത്. അവിടെ അങ്ങനെ പിട്ടയുമ്പോൾ തിരിച്ചതിൽ നിന്ന് കയറി വരാതിരിക്കാൻ വേണ്ടി നീണ്ട മുളം കമ്പുകൾ കൊണ്ട് ചിതയോട് ചേർത്ത് അമർത്തി നിർത്തുകയാണ് ഉണ്ടായത്. ഇതൊക്കെ മനസ്സിലാക്കി വന്നിട്ട് ഒരു വലിയ ഫീച്ചർ എഴുതി, ഒരു തുടർ ഫീച്ചർ എഴുതിയോടുകൂടി ആ കവിത ഉണ്ടാകാതെ പോയി. ഇങ്ങനെ എഴുതപ്പെടാതെ പോകുന്ന ഒരുപാട് കവിതകളുടെ ചുടുകാടാണ്, സെമിത്തേരിയാണ് ഏത് കവിയുടെയും മനസ്സ് എന്ന് പറയാം. പിന്നെ പത്രപ്രവർത്തനത്തെക്കുറിച്ച് ഉള്ള ചോദ്യം, പത്രപ്രവർത്തനം വളരെ മൂല്യാധിഷ്ഠിതമായ ഒന്നായിരുന്നു മുമ്പ് എന്നെല്ലാവർക്കും അറിയാം. പത്രപ്രവർത്തനം ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നത് തന്നെ സാമ്രാജ്യത്വ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. മഹാത്മാഗാന്ധി ഒരു എഡിറ്ററായിരുന്നു, ജവഹർലാൽ നെഹ്റു എഡിറ്ററായിരുന്നു, അബ്ദുൽ കലാം ആസാദ് എഡിറ്ററായിരുന്നു, ഗോഖലെ എഡിറ്ററായിരുന്നു, ഇതിലൊക്കെ പത്രപ്രവർത്തകരായിരുന്നു. ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കരിയർ ആയിരുന്നില്ല, ഒരു പ്രൊഫഷൻ ആയിരുന്നില്ല, മറിച്ച് ഒരു സാമൂഹ്യ സേവനത്തിൻ്റെ മറ്റൊരു മുഖം ആയിരുന്നു. സ്വാതന്ത്ര്യ സമരം ഒക്കെ കഴിഞ്ഞ് ഉള്ള ഘട്ടത്തിൽ ഈ
ഈ മാധ്യമപ്രവർത്തന കൺസെപ്റ്റിന് തന്നെ വലിയ മാറ്റം ഉണ്ടായി. അത് ഒരു കരിയറായി, ഒരു പ്രൊഫഷനായി, ലാഭമുണ്ടാക്കാനുള്ള ഒരു മാർഗമായി. ആ വിധത്തിലുള്ള ജീർണ തുടർച്ചയായിട്ടുണ്ടായതിനെ തുടർന്നാണ് ഈ ട്രീറ്റി ജേർണലിസം പോലെയുള്ള സംഗതികളുണ്ടായി, പെയ്ഡ് ജേർണലിസം പോലെയുള്ള സംഗതികളുണ്ടായി. അതൊക്കെ എല്ലാവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പെയ്ഡ് ജേർണലിസം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രപ്രവർത്തകനാണ്, നിങ്ങൾ ഒരാളെ ഇലക്ഷന് മത്സരിക്കുന്നു, അയാൾ എനിക്ക് കുറേ പൈസ തരുന്നു, അപ്പോൾ അയാളെ ഗ്ലോറിഫൈ ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അയാളുടെ എതിരാളി ആരാണോ അയാളെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള വാർത്തകളും കൊടുക്കുന്നു. ഇതാണ് പെയ്ഡ് ജേർണലിസം. അത് ട്രീറ്റി ജേർണലിസം ഉണ്ട്. അത് ഈ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നതായി ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ മാധ്യമരംഗത്തെ ഒരു ഉപോൽപ്പന്നമാണ് ഈ ട്രീറ്റി ജേർണലിസം. അതായത് ഒരു കോർപ്പറേറ്റ് ഹൗസ് അത് വല്ലാതെ സാമ്പത്തികമായിട്ട് നഷ്ടത്തിലാവും. പക്ഷെ സാമ്പത്തികമായി നഷ്ടത്തിലാവുന്ന ഘട്ടത്തിലും ഈ സ്ഥാപനം വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ പോകുന്നു, ഓഹരി കമ്പോളത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ പോകുന്നു, എല്ലാ ലാഭപ്രതിയന്മാർക്കും ഇതിലേക്ക് ചെന്ന് ചേരാവുന്നതാണ് എന്ന മറ്റുള്ള വാർത്തകൾ കൊടുക്കുക. അങ്ങനെ ഒരു ഗ്രിം പിക്ചറാണ് സത്യത്തിൽ ആ കമ്പനിയുടെ സമ്പർഘടനയുടേതായി പുറത്തു വരേണ്ടത്. പക്ഷെ ഒരു വളരെ റോസ്ലി പിക്ചർ ഈ മാധ്യമപ്രവർത്തകൻ അവതരിപ്പിക്കുന്നു, ഈ മാധ്യമപ്രവർത്തന സ്ഥാപനം അവതരിപ്പിക്കുന്നു. അങ്ങനെ അവതരിപ്പിച്ചിട്ട് ഇതിനെ അപ്പോൾ ധാരാളം ആളുകൾ ഇതിൽ ഷെയർ നിക്ഷേപിക്കുകയൊക്കെ ചെയ്യും. അതോടുകൂടി ഈ കമ്പനി ഒരു വലിയ കമ്പനിയായി മാറും. അതിൻ്റെ വലിയ ഓഹരി പത്രവുടമയ്ക്ക് കിട്ടുകയും ചെയ്യും. ഈ വിധത്തിലൊക്കെ ഉള്ളതായി ഈ മാധ്യമപ്രവർത്തന രീതി ശൈലിയൊക്കെ മാറിയിട്ടുണ്ട്. ആ മാറിയ മാധ്യമപ്രവർത്തനവുമായി പോകുന്നത് അത്ര സുഖകരമായ കാര്യമായി തോന്നാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് പലരും മാധ്യമ സ്ഥാപനങ്ങളെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം നിലയ്ക്കുള്ള ഈ ഓൺലൈൻ ജേർണലിസത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് സ്വന്തം പത്രപ്രവർത്തനത്തെ തന്നെ ഒന്ന് പുനർനിർവചിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയുള്ള യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ഔട്ട് ഓഫ് സിലബസിലൂടെയും ക്ലിന്നിലൂടെയും ഉള്ള പാട്ടുകളുണ്ടെങ്കിലും ചലച്ചിത്ര രംഗത്ത് ഗാനരചനയെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ വർമ്മയെ കുട്ടികൾ ഏറ്റെടുക്കുന്നത് സിരിയിലെ പാട്ടിലൂടെയാണ്. ഒരു ചെമ്പനീർ പൊകിയെടുത്ത് ഞാൻ ഓമനി, ആ രംഗത്തെ അനുഭവങ്ങളെ കുറിച്ചൊന്ന് പറയാം. എൻ്റെ ചലച്ചിത്ര ഗാന സംഘാതത്തിൽ വേറിട്ട് നിൽക്കുന്ന പാട്ട് തന്നെയാണ് ഒരു ചെപ്പനപ്പൂരത്തിൽ ഞാൻ ഒന്നിലെ ഒരു വേള നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളത്. അതിനോളം പോപ്പുലറായിട്ടുള്ള ഹിറ്റായിട്ടുള്ള സോങ്സ്, പ്രണയ ഗാനങ്ങൾ അധികം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അത് വളരെ വിനയപൂർവ്വം സത്യം പറയുന്നതിന് വിനയം ഒരു തടസ്സമായി കൂടല്ലോ, അതുകൊണ്ട് പറയുക. അത്രയേറെ പ്രചാരത്തിൽ വന്ന അത്രയേറെ ആളുകളുടെ മനസ്സിനെ തൊട്ട ഒരു പാട്ട് പ്രണയ ഗാനമായിട്ട് അധികം ഉണ്ടെന്ന് തോന്നില്ല. ഞാനിവിടെ നിന്ന് ഒരു ചെമ്പനീർ പൂ വെറുത്ത് ഞാനോ വലിയ ഒരു വേള നിന്നർക്ക് നീട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത വരി പാടാൻ കെൽപ്പുള്ളവരാണ് ഈ സദസ്സിലുള്ള മഹാഭൂരിപക്ഷം ആളുകളും എനിക്കറിയാം. അതാണ് എൻ്റെ പാട്ടിൻ്റെ ഒരു സ്വീകാര്യത എന്ന് കൂടി ഒരു വിനയത്തോടെ ഞാൻ പറയുക. അതിന് ഏതെങ്കിലും അവാർഡ് കൊണ്ടല്ല, ആളുകളുടെ മനസ്സിനെ സ്പർശിക്കാൻ കഴിഞ്ഞു എന്നുള്ള മാനദണ്ഡം കൊണ്ടാണ് അളക്കേണ്ടത്. ഒരു ചെമ്പനീർ പൂ വെറുത്ത് ഞാൻ നോവല എന്ന പാട്ട് ഒരു അവാർഡും കിട്ടിയിട്ടില്ല. പക്ഷേ ഏത് അവാർഡിന് മേലെയാണ് ആ പാട്ടിന് ലഭിച്ചിട്ടുള്ള സ്വീകാര്യത എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. പ്രണയത്തിൽ വളരെ നിശബ്ദമായൊരു വിനിമയമുണ്ട്. അത് ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് അടുത്തിരിക്കുന്ന പെൺകുട്ടിക്ക് ഒരു കടലാസിൽ എഴുതി കൊടുത്തിട്ട് സ്ഥാപിക്കേണ്ട ഒന്നല്ല. പ്രണയം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ ആരോടാണോ അത് ആ വ്യക്തി സ്വാഭാവികമായും അറിയുന്നത്. ഒരു പ്രണയലേഖനവും വേണ്ട, ഒരു SMS വേണ്ട, ഒരു വാട്സപ്പ് മെസ്സേജും വേണ്ട. ആ നിശബ്ദമായ വിനിമയത്തെക്കുറിച്ച് നമുക്ക് വളരെ എക്സ്പ്ലിസിറ്റായിട്ട് തുറന്നടിച്ച് പ്രണയം പറയുന്ന ഒരുപാട് പ്രണയഗാനങ്ങളുണ്ട്. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ എന്ന് വരെ എഴുതുന്ന രീതി ഉണ്ടായിരുന്നു, വളരെ തുറന്നടിച്ച് പറയാം. എന്നാൽ ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്താ? ഇതൊരിക്കലും അങ്ങനെ തുറന്നടിച്ച് പറയുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ നിനക്കിതാ ഒരു പൂ നീട്ടുന്നു എന്നും പറയുന്നില്ല, ഞാൻ ഒരു പൂ നിനക്ക് നീട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു? ഞാൻ മുല്ല പൂത്തു നാം കാണുന്നതില്ലെങ്കിലും എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിരുന്നു നേരത്തെ. അതായത് നമ്മുടെ വീട്ടുമുറ്റത്തിന് മുല്ല പൂത്തിട്ടുണ്ടെങ്കിൽ ആ മുല്ല പൂത്തു കേട്ടോ എന്ന് അയൽക്കാരൻ വന്ന് നമ്മളെ വിളിച്ചു നടത്തി പറയേണ്ടതൊന്നുമില്ല. രാവിലെ അതിൻ്റെ സൗരഭ്യം പ്രസരിച്ച് നമ്മളിലേക്ക് എത്തും.
അതുപോലെയാണ് ഒരാളുടെ മനസ്സിൽ പ്രണയമുണ്ടായാൽ ആ പ്രണയം ഒരു വാക്കുകൊണ്ടും വിനിമയം ചെയ്യപ്പെടാതെ തന്നെ ദിസ് ഇസ് മെന്റ് ഫോർ ഹൂം, ആ വ്യക്തിയിലേക്ക് ഈ പാട്ടെത്തും, അല്ല ഈ സൗരഭമെത്തും, ഈ പ്രണയമെത്തും. അതിനെ ആണ് ഒന്ന് തൊട്ട് എൻറിച്ച് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ആ പാട്ടിൽ. അതിന് സമാനം ആ മുല്ലപൂത്തു നാം കാണുന്നതില്ലെങ്കിലും എന്ന ആ കവിതയിലെ സമാനമായ ഒരു സന്ദർഭം സ്ഥിതി എന്ന സിനിമയിൽ വന്നപ്പോൾ ആ പാട്ടിൽ നിന്ന് ഊറിക്കൂടിയ ഒരു ഭാവസത്ത പകർന്ന് ഒരു ഗാനം ഉണ്ടാക്കുകയാണ് ഇത് ചെയ്തത്. അതിന് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായത്. പ്രണയത്തിൽ എപ്പോഴും ടു ഫാൾ ഇൻ ലവ് എന്നാണ് പറയുന്നത്, അല്പം ഒന്ന് വീഴണം, പ്രണയത്തിലേക്ക് വീഴലാണ്. അപ്പോൾ ആ വിധത്തിൽ ഉള്ള പ്രണയഭാവമാണ് ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. പ്രണയത്തിലുള്ള ഈ സൈലൻസ് കമ്മ്യൂണിക്കേഷനാണ് അതിൻ്റെ ഒരു അന്തർധാര. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ആ പാട്ട് വേറിട്ട് നിൽക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു.